ഗോതമ്പൊടി വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പൊടി വേണം. അതിനകത്തോട്ട് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാല് വെച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കാൻ നോക്കുക. പാൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വെക്കാം, ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നൂൽപ്പരുവാവുക അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കുട്ടി ബോൾസാണ് എപ്പോഴും നല്ലത്. ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുഴച്ചത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ക്രാക്ക് വരും കേട്ടോ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഉള്ളു വേവാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ റെഡി ആയത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ചിലത് 1-2 കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമ്മളിത് ഡയറക്റ്റ് തന്നെ നല്ല ചൂടുള്ള പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അഥവാ പഞ്ചസാര പാനിക്ക് ചൂട് കുറവാണ്, ചൂടാക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലും നന്നായിട്ട് ഉള്ളിലേക്ക് ലായനി കയറുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 4-5 മണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ ബോൾസ് ഇതുപോലെ പൊങ്ങിയിട്ടുണ്ടാവും. ഷുഗർ നന്നായിട്ട് കയറിയോണ്ടാണ് ഇത് ഡബിൾ സൈസ് ആയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഒറിജിനൽ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. പക്ഷേ എന്നാലും കുട്ടീസിനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ല, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.